രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു വലിയ പദവിയാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ലേ. കെ ആന്റണി മുതൽ ഉമ്മൻചാണ്ടി വരെ ഉണ്ടായിരുന്ന ഒരു പദവിയാണ്. അദ്ദേഹം അതിനെ വിലക്കി വെച്ചാണ് അദ്ദേഹത്തിന്റെ ഈ മറ്റ് ബന്ധങ്ങൾ, ഈ പറയുന്ന മറ്റ് പെൺകുട്ടികളുമായുള്ള ബന്ധങ്ങൾ തുടർന്നത്. അത് അയാളുടെ രാഷ്ട്രീയ ഭാവിയെ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന് അയാൾ ചിന്തിച്ചിരിക്കാം. പക്ഷേ അയാൾക്കതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് മനസ്സിലാക്കുക. ഇതിനൊരു മാനസിക രോഗമായല്ലേ മനസ്സിലാക്കുക? ഇത് മാനസിക രോഗമാണ്. അതെ, ഇത് ശരിക്കും പറഞ്ഞാൽ അയാളുടെ വളരെ ഇതിന്റെ കോറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ഉള്ളിൽ അയാളും അത് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല. അയാളുടെ ഫെമിനൈൻ ക്വാളിറ്റീസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ നിന്നുണ്ടാകുന്ന സാധനമാണ്. സാധാരണയായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അമ്മയും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്ന സാധനമാണ്. വളരെ അമ്മയോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഒരു ബോയ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മനോരോഗത്തിലേക്ക് അയാൾ പോവില്ല. കാര്യം അയാളുടെ ഫെമിനൈൻ ആ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ആ ഫെമിനൈൻ എക്സ്പോഷർ എന്ന് പറയുന്നത് പ്രൈമറിലി അയാളുടെ മദറാണ്. അയാളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഫെമിനൈൻ ആർക്കിടൈപ്പ് എന്ന് പറയും, അത് അയാളുടെ മദർ ആയിരിക്കും. അപ്പൊ ഏതൊരു സ്ത്രീ കാണുമ്പോഴും അതിന്റെ ബാക്ക് ഓഫ് ദി മൈൻഡ് ഈ ഫെമിനൈൻ സാധനം ഗൈഡ് ചെയ്യും. മറിച്ച് അമ്മയുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇല്ലാത്ത ആൺകുട്ടികൾ, അവര് അച്ഛനായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ പോലും പേരന്റൽ അബ്യൂസ് ഉണ്ടായിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇത് സംഭവിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഹിറ്റ്ലർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത്? അയാൾക്ക് വാസ്തവം പറഞ്ഞാൽ വിയന്ന ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഹിറ്റ്ലർക്ക് ഒരു അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ ലോകം ഈ ഒരു ദുരന്തത്തിൽ നിന്ന് മാറുമായിരുന്നു. അയാളുടെ അമ്മയും അയാളുടെ നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷെ അയാളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ക്രൂരനായിരുന്നു. അച്ഛന്റെ ക്രൂരതയിൽ നിന്ന് സഹികെട്ടാണ് അയാൾ ഇറങ്ങി ഓടുന്നത്. അങ്ങനെ ഓടി അലഞ്ഞിട്ടാണ് ഇന്ന് ഇയാൾക്ക് ആർട്ടിസ്റ്റ് ആവണമെന്നുള്ള ആഗ്രഹത്തിൽ 2 തവണ വിയന്ന ആർട്ട് ഫൈനാൻസ് കോളേജിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല അയാൾക്ക്. അവിടെ നിന്നാണ് അയാൾ പോകുന്നത്. അയാൾ ആ ഒരു ബാല്യത്തിൽ ഏർപ്പെട്ട അയാളുടെ ആ ഭീകരമായ അവസ്ഥയിൽ നിന്നുള്ള ആ പെയിനിൽ നിന്നാണ് ഈ മറ്റുള്ളവരെ വേദനിപ്പിച്ച് അയാൾ ആസ്വദിക്കാൻ ശ്രമിക്കുന്ന സാധനം. എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എമ്പതി എന്നൊരു സാധനമില്ല. അയാളുടെ ശബ്ദരേഖകൾ കാണുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ മാത്രമല്ല അയാളുടെ പത്രസമ്മേളനങ്ങൾ കണ്ടിട്ടുണ്ടോ? അതെ, ഞാൻ ജേർണലിസം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നില്ല, ഞാൻ പഠിപ്പിക്കാൻ പാടുള്ളതല്ല എന്ന് പറയേണ്ട പുള്ളി ജേർണലിസം പഠിപ്പിക്കും. ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തനം എന്നാണ് ഞാൻ കരുതുന്നത്. സ്വഭാവത്തിൽ വിനയം കാണിക്കും. അതുപോലെ തന്നെ ചില മാധ്യമ പ്രവർത്തകരൊക്കെ അടുത്ത സമയത്ത് ഈ എന്താ പറയാ, ഏറ്റവും ഒടുവിലത്തെ ഈ പരാതി വരുന്നതിന് മുമ്പ് ഈ സഹോദര എന്ന് വിളിക്കും, കേക്കു സഹോദര എന്ന് പറയും. അപ്പൊ ഈ സഹോദര എന്ന് വിളിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹോദര എന്നൊരാളെ വിളിക്കുന്നത് സ്നേഹത്തെയാണല്ലോ വിളിക്കുന്നത്, അല്ലെ? പക്ഷെ ഇവിടെ അദ്ദേഹത്തിന്റെ ഈ സഹോദര വിളിയുടെ അടിയിൽ അയാൾക്കറിയാവുന്ന ഏറ്റവും വലിയ അശ്ലീല പദം ഒളിഞ്ഞിരിക്കുന്നത് നമുക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഇയാളുടെ ഉള്ളിൽ കിടക്കുന്ന സാധനം അതാണ്. പുറത്ത് കാണുന്നതും അകത്തുള്ളതും തമ്മിൽ വളരെ ഡിഫറൻസ് ആണ്. ആ കോൺഫ്ലിക്റ്റ് ആണ് അയാള് ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വഭാവത്തെ തന്നെ പഠനവിധേയമാക്കേണ്ട ഒരു വിഷയമാണ് കേരളം. കാരണം കേരളത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് കൂടിയാണ് ഇയാൾ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനോട് നമ്മൾ വെറുപ്പോ അയാളെ അകറ്റി നിർത്തി അയാളെ നാളെ വീണ്ടും ഒരു ഭീകരനാക്കണമെന്നും നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ല. അയാളൊരു മനോരോഗിയാണ്. ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അടുത്ത്, കാരണം അയാൾക്ക് സെൽഫ് റെസ്പെക്ട് ഇല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പെൺകുട്ടിയുടെ അടുത്ത് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻലി എന്ന് പറഞ്ഞാൽ ഫെമിനൈൻ ക്വാളിറ്റി ഏറ്റവും കൂടുതൽ സ്വാംശീകരിച്ച ഒരു വ്യക്തിയാണ് മാൻ എന്ന് പറയുന്നത്. മനസ്സിലല്ലേ? ആണല്ല പുരുഷൻ എന്ന് പറയുന്നത്. കാര്യം ഒരു ആണും പുരുഷനും തമ്മിൽ വ്യത്യാസമുണ്ട്. മനസ്സിലായല്ലേ? ഉദാഹരണത്തിന് ജന്തുവംശത്തിലുള്ള എല്ലാ സംഗതികളെയും നമുക്ക് ആണെന്ന് പറയാം. പക്ഷെ മനുഷ്യനിൽ മാത്രമേ ആണിനെ പുരുഷൻ എന്ന് പറയത്തുള്ളൂ. അപ്പൊ ഒരു ഇവോൾവ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ മാത്രമേ പുരുഷൻ എന്ന് പറയാൻ പാടുള്ളൂ. ആ ഇവോൾവ്മെന്റ് എന്ന് പറയുന്നത് അവനിലുള്ള ഫെമിനൈൻ ക്വാളിറ്റി റിയലൈസ് ചെയ്യുന്ന ഒരുത്തിനായിരിക്കും. അത് ഇയാൾക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഹി സീക്സ് ഔട്ട് സൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ത്രീക്ക്, ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു വേദനയെ കുറിച്ചിട്ട് ഇയാൾക്ക് അറിയില്ല. അതാണ് ഇയാളുടെ പ്രശ്നം. ഇത് പലരിലും നമ്മളത് കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ എല്ലാവരിലും ഉണ്ട്. അപ്പോ ഇയാളെ അടുത്തറിയുന്ന വ്യക്തികൾ എന്ന നിലയിൽ മറ്റ് പല നേതാക്കളും അല്ലെങ്കിൽ കൂടെ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകർക്ക് ഇത് നേരത്തെ തിരിച്ചറിയാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും ഇത് കോൺഗ്രസിനും ഇത് കേരളത്തിലെ ചാനലിന്റെ സൃഷ്ടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. നമ്പർ 1 കേരളത്തിലെ മീഡിയ കൾച്ചറിന്റെ ഉൽപ്പന്നമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.
രണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർക്കെല്ലാം നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന സാധനമായിരുന്നു. അദ്ദേഹം കോൺഗ്രസ് നേതാക്കന്മാരിൽ ചിലർക്ക് ഭയങ്കരമായ തീവ്രമായ മനോവേദന ഉണ്ടാക്കാൻ കാരണക്കാരനായ നേതാവാണെന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഗോഡ് ഫാദേഴ്സിനെല്ലാം അറിയാമായിരുന്നു. അപ്പൊ ഇദ്ദേഹം പാലക്കാട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും നന്നായിട്ട് അറിയാം. അപ്പൊ കോൺഗ്രസ് പാർട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്ത സാധനമാണ്. അപ്പൊ ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഇപ്പം വി ഡി സതീശനാണ് അതിനകത്ത് ഒരു വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. വാട്ട് എവർ ഇറ്റ് മേ ബി, തുടക്കം മുതൽ അവസാനം വരെ. ഒരുപക്ഷെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ നിന്നല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്തത്. അതൊരു പക്ഷേ കോൺഗ്രസിലെ ഒരു പക്ഷേ വി ഡി സതീശന്റെ നിലപാട് മാത്രം തന്നെയാണ്. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം, അതൊരു വാല്യൂ, ഒരു ചില വാല്യൂസിനെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതെ പോകുന്നത് അങ്ങേയറ്റത്ത് കുറ്റകരവുമാണ്, അല്ലേ? അപ്പൊ അത് ബോധ്യം എന്നാണ് ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ ബോധ്യം എന്ന് പറയുന്നത് ഇയാളുടെ എല്ലാ ചെയ്തികളും അറിയാമായിരുന്നു. അതേ സമയത്ത് ഈ ഉയർന്നു വരുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാനായിട്ട് ഇപ്പൊ ഷാഫി പറമ്പിലിനെയും മറ്റു കൂട്ടരെയും തള്ളിപ്പറയാനും സതീശന് പറ്റുന്നില്ല. അതായിരിക്കും ഒരുപക്ഷെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കാരണമായിരുന്നു. അപ്പൊ നമ്മൾ സംസാരിച്ചു വന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചുവരവാണ്. കേരളത്തിൽ അങ്ങനെ കാരണം ഒരു വാല്യൂ സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമല്ല ഇതൊരു പ്രശ്നമാവുള്ളൂ, അല്ലെ? ഇപ്പൊ നാളെ തന്നെ ഒരു നറേറ്റീവ്, ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം പാർലമെന്റില്, രാജ്യസഭയില് ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു ഈ PM ശ്രീ പദ്ധതിക്ക് പാലമായി നിന്ന് മീഡിയേറ്റ് ചെയ്തത് ജോൺ ബ്രിട്ടാസ് ആണ്. ജോൺ ബ്രിട്ടാസ് അത് കംപ്ലീറ്റ് കേട്ടിരുന്നു, പക്ഷെ ഒന്നും റെസ്പോണ്ട് ചെയ്തില്ല. പുറത്തിറങ്ങി പറഞ്ഞു, എന്റെ വാക്കുകൾ വളച്ചൊടിച്ചോളൂ, പക്ഷെ പ്രധാന്റെ വാക്കുകൾ വളച്ചൊടിക്കരുത്. ഞാൻ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലാണ് PM ശ്രീ ഒപ്പിട്ടത്. അപ്പൊ ഞാനത് MP എന്ന നിലയിൽ മീഡിയേറ്റ് ചെയ്തു. ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു ജോൺ ബ്രിട്ടാസ് ചെയ്ത ഈ PM ശ്രീയുടെ കാര്യത്തിൽ സ്വീകരിച്ച നടപടി നാടിന്റെ നന്മയെ ഉദ്ദേശിച്ചിട്ടുള്ളതും മാതൃകാപരമായ നടപടിയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് നറേറ്റീവ് അങ്ങ് പറഞ്ഞു. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നി ഇത് ശരിയല്ലേ മുഖ്യമന്ത്രി പറയുന്നത്, എന്നാൽ എന്തുകൊണ്ട് ഇത് CPIക്ക് മനസ്സിലാവുന്നില്ല? CPIയുടെ നിലപാട് അപ്പം ഇൻഡയറക്റ്റ് ആയിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് CPIയുടെ നിലപാട് ശരിക്കും പറഞ്ഞാൽ നാടിന് എതിരാണ്, വിരുദ്ധമാണ്, നാടിന് തിന്മ ചെയ്യുന്നതാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്, അല്ലേ? പക്ഷെ നമ്മളിത് പെട്ടെന്ന് ഇതങ്ങോട്ട് ഈ ഒരു സാധനം ഇങ്ങനെയാണ് നറേറ്റീവ്സ് ആണ് മനുഷ്യനെ നിശ്ചയിക്കുന്നത്, നമ്മളുടെ കഥകൾ നിശ്ചയിക്കുന്നത്. നമ്മളുടെ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ ശാസ്ത്രത്തിന്റെ ആണെങ്കിൽ പോലും ശാസ്ത്രം എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യത്തിൽ പോലും നറേറ്റീവ്സ് ആണ് നിശ്ചയിക്കുന്നത്. അപ്പൊ ഇത് നറേറ്റീവ്സിന്റെ ഒരു എന്താ പറയുക, അതിന്റെ ആ ഒരു ഏറ്റവും ഉജ്ജ്വലമായ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ നല്ല നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നറേറ്റീവ്സ് ഉള്ള ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 3 മാസം തന്നെ അധികമാണ്. അപ്പൊ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്നാണെങ്കിലും പുറത്തു വരേണ്ട ഒരു സംഭവം തന്നെയായിരുന്നു. പക്ഷെ അത് കൃത്യമായി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പ്ലാൻ ചെയ്തത് അത് CPMന്റെയും BJPയുടെയും ഒരു തന്ത്രമായിരുന്നു. ഉറപ്പല്ലേ? കാരണം CPM കഴിഞ്ഞ കുറച്ച് 10-15 വർഷമായിട്ട് 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് ഈ പെൺ വിഷയമാണ് എടുത്തിരുന്നത്. അപ്പൊ ഒരു സ്ത്രീക്ക് അവളുടെ എല്ലാവിധമായിട്ടുള്ള അല്ലെങ്കിൽ അവളുടെ സ്വയം ബഹുമാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുമ്പോഴാണ് ശരീരം വയ്ക്കാൻ തീരുമാനിക്കുന്നത്, എന്ത് തന്നെയാണെങ്കിലും. അല്ല, അഭിമാനത്തോടുകൂടി എനിക്ക് തോന്നുന്നില്ല ഈ വ്യഭിചാരം എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് ഒരു സ്ത്രീ കടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സെൽഫ് അബ്യൂസ്, സ്വയം ബഹുമാനമില്ലാത്ത, സ്വന്തം ശരീരത്തിനോട് ബഹുമാനമില്ലാത്തൊരു പ്രക്രിയയാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഈ സ്വന്തം പാർട്ടിയുടെ നിലപാടുകളിൽ ആത്മവിശ്വാസം ഇല്ലാതെ വരുമ്പോൾ, അതിന്റെ നേതാക്കൾക്ക് അതിന്റെ ആത്മവിശ്വാസം വരുമ്പോൾ അവര് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ പെൺവിഷയം എടുക്കുന്നത്. മനസ്സിലായില്ലേ? ആ പാർട്ടിക്കകത്തുള്ള നേതൃത്വത്തിന്റെ സ്വയം ബഹുമാനമില്ലായ്മയും ആത്മവിശ്വാസമില്ലായ്മയും സ്വയം അഭിമാനമില്ല എന്ന് മാത്രമല്ല തങ്ങളുടെ പ്രവൃത്തികളെ കുറിച്ച് അവമതിപ്പും ഉള്ളതിന്റെ പേരിലാണ് ഇത്തരം വിഷയങ്ങളെടുത്ത് തെരഞ്ഞെടുപ്പിന് മുഖ്യ വിഷയമാകുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ചരിത്രത്തിലും ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നോളജി അതിന്റെ കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ പോലെ അതിന്റെ ലാസ്റ്റ് ബട്ട് 1 പോയിന്റിലേക്ക് എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ സമയത്ത് കേരളത്തിന് വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ ലോകത്തിനെ നയിക്കാൻ ശേഷിയുള്ള റിസോഴ്സസും ഹ്യൂമൻ റിസോഴ്സസും സാധ്യതയുള്ള ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്.
പക്ഷെ അത് നമ്മൾ കളഞ്ഞു വിളിക്കുകയാണ് ചെയ്യുന്നത്. അതെ. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് വാസ്തവത്തിൽ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതെ, തീർച്ചയായും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനിപ്പം കാണുന്നവരോടൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ആ ഒരു ചോദ്യം മേഘയോട് ചോദിക്കട്ടെ. ചോദിച്ചോളൂ. വേറൊന്നുമല്ല, നമ്മൾ തമ്മിൽ ഒരു നമ്മുടെ രണ്ടുപേരുടെയും കുറ്റമല്ല. ഈ പിന്നെ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. വാർഡ് സഭയിലാണോ, ഈ നഗരത്തിലാണോ, ഗ്രാമത്തിലാണോ? ഗ്രാമത്തിലാണ്. അപ്പൊ ഈ ഗ്രാമത്തിലെ ഗ്രാമസഭ അല്ലേ, ആ ഗ്രാമസഭയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? നിങ്ങളുടെ ഗ്രാമസഭയിലെ വാർഡിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? പ്രസിഡന്റ്, സെക്രട്ടറി, പിന്നെ വാർഡ് കൗൺസിലർമാർ അല്ലേ? അല്ല, വാർഡ് സഭയിലെ അംഗങ്ങൾ ആരാണ്? ഞാനൊരു മാധ്യമപ്രവർത്തകരെടുത്താണ് ചോദിക്കുന്നത്. ഞാനിപ്പോ മാധ്യമപ്രവർത്തകരുടെ സീനിയർ മാധ്യമപ്രവർത്തകരുടെ അടുത്ത്, എന്റെ തന്നെ പ്രായമുള്ള ഒരു മാധ്യമപ്രവർത്തകന്റെ അടുത്ത്, പ്രശസ്തനായ മാധ്യമപ്രവർത്തകന്റെ അടുത്ത് ഇന്ന് രാവിലെ ഞാൻ ചോദിച്ചതേ ഉള്ളൂ. വാർഡ് സഭയിലെ അംഗങ്ങൾ ആരാണ്? 3 ദശാബ്ദമായി കേരളത്തില് ഈ വാർഡ് സഭ വന്നിട്ട്, അല്ലെങ്കിൽ ഈ പഞ്ചായത്ത് രാജ് വന്നിട്ട്. എന്നിട്ട് ഈ 3 ദശാബ്ദമായിട്ട് ഇന്ന് സീനിയർ ജേർണലിസ്റ്റ്, ഏകദേശം എന്റെ പ്രായമുള്ള വളരെ പ്രശസ്തനായ ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തിരിയുന്ന ഒരു മാധ്യമപ്രവർത്തകനോട് ഞാൻ ചോദിച്ചു, അങ്ങയുടെ വാർഡ് സഭയിലെ ആരാണ്? അദ്ദേഹത്തിനും അറിയില്ല. അപ്പൊ പിന്നെ ഞാൻ മേഘയുടെ ഒരു കുറ്റമായിട്ട് കാണേണ്ട കാര്യമില്ല. കാര്യം വാർഡ് സഭയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരുമാണ്. ഇപ്പൊ എലപ്പുള്ളി പഞ്ചായത്തിൽ അവിടെ ബ്രൂവറി വരുന്നു. സംസ്ഥാന സർക്കാർ 2000 ബ്രൂവറി കൊണ്ടുവരുമെന്ന് പ്രതിജ്ഞാബദ്ധ, അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നടപ്പിലാക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരും കൂടെ ചേർന്നിട്ട് തീരുമാനിക്കുകയാണ്, ഇനി ഇവിടെ ഞങ്ങളുടെ വാർഡിൽ ഈ ബ്രൂവറി വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല കുത്തി നിന്നാൽ പോലും നിലവിലുള്ള ഭരണഘടന അനുസരിച്ചിട്ട് ആ വാർഡിൽ ബ്രൂവറി വരില്ല. എന്ന് വെച്ചാൽ ഈ ഗ്രാമസഭയിലൂടെ നമുക്ക് നമ്മുടെ കാര്യം നിശ്ചയിക്കാം എന്ന അറിവ് മേഘയെ പോലുള്ള ഒരു മാധ്യമപ്രവർത്തകയ്ക്ക് പോലും നമ്മുടെ അറിവിലേക്ക് വരുന്നില്ല. ഇറ്റ്സ് നോട്ട് യുവർ ഫാൾട്ട്, ഐ ആം നോട്ട് ഫൈൻഡിങ് ഫാൾട്ട് വിത്ത് യു. പക്ഷെ പൊതുബോധത്തിൽ നിന്ന് നമുക്ക് വരുന്നില്ല സാർ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ എല്ലാ വിഷയങ്ങളും, അയാളുടെ എല്ലാ സംഗതികളും നമുക്ക് അറിയാൻ പറ്റും അല്ലേ? ഇത് നമ്മുടെ ഈ കണ്ണുകളിലൂടെയും കാതുകളിലൂടെയുമാണ് ഇത് സ്വീകരിക്കുന്നത്. ഇതേപോലെ ചില പ്രധാനപ്പെട്ട നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ വരണം. ഇപ്പൊ ഗ്രാമസഭയില് ആ വാർഡിലെ അംഗങ്ങൾ മുഴുവൻ വോട്ടർമാരും അതിലെ അംഗങ്ങളാണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഒരു വാർഡ് സഭയിൽ പോലും മേഘ പോയിട്ടുമില്ല അല്ലേ? അത് എന്തുകൊണ്ടാ പോയിരുന്നത്? അത് അറിയാത്തതുകൊണ്ടാണ്. 3 പതിറ്റാണ്ട് കൊണ്ട് കേരളത്തിൽ നിലവിലുള്ള സംവിധാനമാണ്. അറിയേണ്ടതിനെ അറിയുകയും ചെയ്യുന്നില്ല, ആവശ്യമില്ലാത്തത് കൂടുതൽ അറിയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അറിയാനുള്ള സ്പേസും ഇല്ലാതെ വരുന്നു. നമ്മുടെ ബാൻഡ് വിഡ്ത്ത് മുഴുവൻ ഈ വൃത്തികെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് നമ്മൾ കുത്തക ഇങ്ങനെ വന്ന് വിഴുങ്ങുമെന്ന് പറയും. ഒരു കുത്തകയും വിഴുങ്ങത്തില്ല. ഉദാഹരണത്തിന് ലോകത്തിലെ ഏറ്റവും വലിയ കുത്തക നമ്മുടെ ഗ്രാമത്തിൽ വന്നൊരു സംഘം തുടങ്ങാൻ പോവുകയാണ്. ആ വോട്ടർമാരുടെ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും കൂടിയിരിക്കണം, മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ഗ്രാമസഭയിൽ ഇത് കൂടുന്ന മീറ്റിംഗ് എല്ലാ വീടുകളിലും അറിയിച്ചിരിക്കണം. ഇതൊക്കെ നിയമത്തിലുള്ളതാണ്. പക്ഷെ ഇതൊന്നും ആർക്കും അറിയില്ല സാധനം. ഇതുകൊണ്ട് തന്നെ ഈ അറിവില്ലായ്മയാണ് ഈ വാർഡ് മെമ്പർ ചൂഷണം ചെയ്യുന്നത്. ആ പാർട്ടിക്കാരും വാർഡ് മെമ്പർമാരോട് ചേർന്ന് ഒരു മീറ്റിംഗ് കൂടും, 6 മാസങ്ങളിൽ മീറ്റിംഗ് കൂടിയിട്ട് ആ വാർഡിൽ എവിടെയെങ്കിലും ഒരു വലിയ പ്രോജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിന് അംഗീകാരം കൊടുക്കുന്ന എഴുതി വയ്ക്കും. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു പൊതു അവസ്ഥ എന്നത്. നമ്മൾ വലിയ പ്രബുദ്ധരാണെന്ന് പറയും, പക്ഷെ ഒരു കാര്യമില്ല. നമ്മുടെ വെള്ളിമൂങ്ങ സിനിമയില് നമ്മുടെ ബിജുമനം പറയുന്ന പോലെ സ്ഥാനങ്ങളൊക്കെ കിട്ടും, പക്ഷെ ഒരു കാര്യമില്ല എന്ന് പറയുന്ന പോലെ അതുപോലെയാണ് കേരളത്തിന്റെ ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സാധ്യത തിരിച്ചു വരാൻ അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധ്യതകളും ഉണ്ട്. ഇപ്പൊ തന്നെ ചില സ്ത്രീകളൊക്കെ പറയുന്നുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ വളരെ ശ്രദ്ധിച്ചു നോക്കി അറിയാം. അവന്റെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗന്ദര്യത്തെ കുറിച്ച്, മൂക്കിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയാളുടെ താടി ട്രിം ചെയ്യുന്നതിന്റെ പ്രത്യേകതയെ കുറിച്ച്, ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അയാൾ ഈ പറഞ്ഞതുപോലെ നാളെ ചിലപ്പോ ഇതിനെക്കാട്ടി നാളെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിക്കൂടായില്ല. ഒരിക്കലും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണത്. കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ വെച്ച് പ്രതീക്ഷിക്കാം. പിന്നെ ഈ മലാറ്റൂർ രാമകൃഷ്ണന്റെ ഒരു വലിയൊരു പ്രസിദ്ധമായ ഒരു വാചകം ഉണ്ടായിരുന്നു. ഈ
പിടിക്കപ്പെടാത്ത പാപം കുറ്റമല്ല ഉം. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഒരുപിടി നേതാക്കന്മാരുടെ അവസ്ഥ, ഇല്ലേ? അതെ. രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പല നേതാക്കളും ഇപ്പോൾ മൗനം പാലിക്കുന്നതും ഇതിന്റെ ഭാഗം തന്നെ ഇതിന്റെ ഭാഗം തന്നെയാണ്. ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിക്കോട്ടെ, ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും CPM-നും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ അടികിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. ഒരുപോലെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ പറഞ്ഞ തീവ്രതയിൽ വ്യത്യാസം ഉണ്ടാകാം. ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ള ഒരു വലിയൊരു ആരോപണം CPM-ന്റെ തലയിലും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിന്റെ തലയിലും ഇരിക്കുന്നു. അപ്പോൾ തിരഞ്ഞെടുപ്പ് എന്തായിരിക്കും ഇതിന്റെ ഔട്ട്കം? ഇതിന്റെ ഔട്ട്കം എന്ന് പറയുന്നത് നിലവിലുള്ള അവസ്ഥയിൽ നോക്കുകയാണെങ്കിൽ CPM-ന് ഗുണകരമാവുന്ന ഒരവസ്ഥയിലേക്കാണ് സംഗതി പോകുന്നത്. കാരണം CPM കഴിഞ്ഞ 10 വർഷം അവരുടെ മെഷീനറിയെ വളരെ ജാഗ്രതയോടുകൂടി ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിൽ, ഉദാഹരണത്തിന് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അതിന്റെ പേരിൽ ഒരു ഐക്യദാർഢ്യം എന്നുള്ള പരിപാടിയെങ്കിലും ഇട്ടു കൊടുക്കും പ്രാദേശിക ഘടകങ്ങൾക്ക്. ഇപ്പൊ തുർക്കിയിൽ പിന്നെ ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ഫണ്ട് സ്വരൂപണം, ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഇട്ടു കൊടുക്കും. അതോടുകൂടി ഈ താഴെ ഘടകങ്ങൾ അവർക്കും ഈ പറഞ്ഞതുപോലെ പിരിവ് നടത്താനും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്കൊക്കെ ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പൊ അത് അങ്ങനെ ഒരു സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. വളരെ സജീവമായിട്ട് ഓയിൽഡ് മെഷീനറി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിതാപകരമാണ്, ഇല്ലേ? അപ്പൊ നേതാക്കന്മാരുടെ അവസ്ഥ തന്നെ എടുത്തു നോക്കുക. ഇതിപ്പോ നടക്കാൻ പോകുന്നത് കാലുവാരലിന്റെ ഒരു കളിയായിരിക്കും നടക്കാൻ പോകുന്നത്. ഓരോ നേതാക്കന്മാരോട്ടും അലൈൻ ചെയ്തിട്ടുള്ള നേതാക്കന്മാരുണ്ടാവും, പ്രാദേശിക നേതാക്കന്മാർ. അങ്ങോട്ടും ഇങ്ങോട്ടും പാരവെപ്പായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് ഈ പറഞ്ഞതുപോലെ പ്രാദേശികമായ കുറച്ച് ഘടകങ്ങൾ പ്രവർത്തിക്കാം. പക്ഷെ എങ്കിലും CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആ ഒരു മെഷീനറിക്ക് ആയിരിക്കാം ഒരു കൂടുതൽ മുൻതൂക്കം കിട്ടാൻ സാധ്യതയുള്ളത്. പക്ഷെ ജനങ്ങൾക്ക് ഈ സർക്കാരിനോടെതിരെയുള്ള പ്രതിഷേധം അറിയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് CPM-ന് അനുകൂലമായാൽ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ മൂന്നാമതും ഒരു ഇടതുപക്ഷ ഭരണത്തിനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യതയാണ് ഇപ്പൊ തെളിഞ്ഞു നിൽക്കുന്നത്. അതെ, അതിനകത്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പോ ഇതിനിടയിലൂടെ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മറ്റൊരു കാര്യം പ്രതീക്ഷിക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ കാണാൻ പറ്റുന്നത് ഈ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള വരവാണ്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഒരു IT എക്സ്പെർട്ടൊക്കെയാണ്, പിന്നെ മാനേജ്മെന്റ് എക്സ്പെർട്ടാണ് പുള്ളി. സ്പെസിഫിക്സിനെ അടിസ്ഥാനപ്പെടുത്തി വർക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോ ഓരോ മണ്ഡലങ്ങളിലെയും ഓരോ ചെറിയ ചെറിയ വാർഡുകളിലെയും വരെയുള്ള സംഗതികൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് അത് വാച്ച് ചെയ്ത് അവിടെ ഇന്ന ഓരോ സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് ഓരോരുത്തർ ശരിക്കും ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിൽ അത് ഇങ്ങനെ വർക്ക് ചെയ്ത് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് അദ്ദേഹം വന്ന് അന്ന് മുതൽ അദ്ദേഹം ഫോക്കസ് ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് മാറ്റി. അത് വളരെ കൃത്യമായിട്ട് പുള്ളി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശബരിമല കേസ് വന്നിട്ടുണ്ട്. മോദിയുടെ ഇൻഫ്ലുവൻസ്, പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഇൻഫ്ലുവൻസിന്റെ സാധനങ്ങൾ, അതിനുശേഷം വന്ന ഓപ്പറേഷൻ സിന്ദൂർ, ഇതിനെയൊക്കെ പൊതുവായിട്ട് ബാധിക്കുന്ന പൊളിറ്റിക്കൽ ഘടകങ്ങളും ഈ പറഞ്ഞ പോലെ പ്രാദേശികമായിട്ടുള്ള BJP-യുടെ പ്രവർത്തനങ്ങളും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും, പിന്നെ കുറെ പേര് ഈ പുതുതായിട്ട് ഇങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്നും CPM നിന്നൊക്കെ BJP-യിലേക്ക് ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതെല്ലാം ഘടകങ്ങൾ നമ്മൾ കാണിക്കുന്നത് 20% ഇപ്പൊ അവരുടെ വോട്ടിംഗ് പെർസെന്റ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് എ സ്മാൾ തിങ്. അപ്പൊ അത് ഒരു 4, 5 അല്ലെ 2, 3 കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായ ട്രയാങ്കിൾ ഫൈറ്റിലേക്കാണ് പോകുന്നത്. ട്രയാങ്കിൾ ഫൈറ്റ് വന്ന കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അത് വളരെ വളരെ സംഘടിതമായിട്ട് നിൽക്കുകയാണ്. ആ ട്രയാങ്കുലർ ഫൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും CPM-ന്റെ ലീഡർഷിപ്പിലുള്ള ഇടതുപക്ഷത്തിനായിരിക്കും സാധ്യത ഉണ്ടാവുക.
അതെ, അതിലേക്കായിരുന്നു വന്നിരുന്നത്. BJP, നമ്മൾ കോൺഗ്രസും CPM മാത്രമല്ല, BJP എന്നുള്ള ഒരു ഘടകം കൂടി ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് ഇവിടെ തിരുവനന്തപുരത്ത് പോലും വ്യക്തമായ ഒരു വോട്ട് നില ഉയർത്തുമെന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. അവർക്ക് അത്രയും സംഘടിതമായ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായി. ഇപ്പോ പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ പോലും അടുത്ത് നിയമത്ത് മത്സരിക്കുന്നുണ്ടെന്ന് ഇപ്പോഴേ പ്ലാൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത്രയും ആത്മവിശ്വാസത്തിലാണ് പറയുന്നത്. അപ്പൊ ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരും വർഷങ്ങളിൽ BJPയും ഇപ്പോൾ അടുത്ത 2 തെരഞ്ഞെടുപ്പിൽ നമുക്ക് സാധ്യതയില്ലായിരിക്കാം, പക്ഷെ അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പുകളിൽ BJPയും അധികാരത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അവർ ആ ഒരു ഫോക്കസിലേക്കാണ് പോകുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ 11 മണ്ഡലങ്ങളിൽ ഒന്നാമത് വന്നു, 9 മണ്ഡലങ്ങളിൽ രണ്ടാമത് വന്നു. ഈ 11 മണ്ഡലങ്ങളിലും ഒന്നാമത് വന്ന മണ്ഡലങ്ങളിലും ഈ രണ്ടാമത് വന്ന മണ്ഡലങ്ങളുടെ ചേർത്ത് വെച്ചിട്ടൊരു 15 സീറ്റുകളിലേക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ആ ടാർഗറ്റ് ഒരു യാഥാർത്ഥ്യബോധമുള്ള ടാർഗറ്റാണ് സാർ. അതെ, മനസ്സിലായില്ലേ? അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പുറമേ കാണുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിൽ പാലം എന്ന് പറയുന്നു. ഈ പാലം എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടാകുന്ന ബ്രിഡ്ജും മീഡിയേഷനും വ്യത്യാസമുണ്ട്. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് മീഡിയേഷൻ എന്ന് പറയുന്നതിന് വേണമെങ്കിൽ നമുക്കൊരു വള്ളം തുഴയുന്ന പോലെ കടത്ത് വഞ്ചിയായിട്ട് നമുക്ക് കാണാൻ വേണമെങ്കിൽ. പക്ഷെ പാലം എന്ന് പറയുമ്പോഴത്തേക്ക് ദർ ഈസ് നോ ഡിഫറൻസ്, രണ്ടും ഒരേ പ്ലെയിനിൽ എത്തി എന്നുള്ളതാണ്. ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ പാർലമെന്റിലല്ലേ രാജ്യസഭയിൽ പറഞ്ഞത്, ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂണിയൻ മിനിസ്ട്രി ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്നാ പറഞ്ഞത്. അപ്പൊ ഇത് ഒരേ ലെവലിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ടുപേരും കൂടെ പുറമെ പരസ്പരം അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഈ BJPയും LDFും പർട്ടിക്കുലർലി CPM തമ്മിലുള്ളൊരു ധാരണ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതൊരു നഗ്നമായ ഒരു തുറന്ന സത്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇപ്പം 3rd ടൈം പിണറായി സർക്കാരിന് അല്ലെങ്കിൽ LDF സർക്കാരിന് അധികാരത്തിൽ വരണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിജയിക്കുക എന്നുള്ളത് ഏത് മുന്നണിയുടെയും ലക്ഷ്യമാണ്. സ്വാഭാവികമായിട്ടും BJPക്ക് അവരുടേതായ ലക്ഷ്യമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ LDFന് ജയസാധ്യതയില്ലാത്ത UDFന് ജയസാധ്യതയുള്ള BJPക്ക് മേൽക്കൈയുള്ള മണ്ഡലങ്ങളിൽ CPM സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കത് ഗുണം ചെയ്യും. അതുപോലെ തിരിച്ചും BJPക്ക് സാധ്യത കുറവും UDFന് സാധ്യത കൂടുതലും LDFന് സാധ്യത കുറവുള്ള മണ്ഡലങ്ങളിൽ BJP അവിടെയും സഹായിക്കുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ വളരെ സുഖകരമായിട്ട് LDFന് വേണമെങ്കിൽ 3ാം തവണയും കേരളത്തിൽ വരാൻ കഴിയും. അതെ, ശരി. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി സർ. താങ്ക് യു.